രാവിലെ ഇപ്പോൾ ഇത് നവംബർ മാസം, നവംബർ ലാസ്റ്റ് നമ്മൾ ബോംബെ ടു ലോണാവല ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടുന്ന് ഓട്ടോ എടുത്ത് ലോക്കൽ ട്രെയിനിൽ നമ്മൾ പൻവേൽ വരെ പോകും. പൻവേലിൽ നിന്ന് പിന്നെ ബസ് പിടിച്ച് പോകാനാണ് ഉദ്ദേശം. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇത് ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ പൻവേൽ പോവും. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാറിലോ ബസ്സിലെല്ലാം വരുമ്പോൾ പൂനെ വഴി ഇങ്ങോട്ട് വരിക ബോംബെയിലേക്ക്. പൂനെ വഴി വരുമ്പോൾ ഓൾഡ് ഹൈവേ വരുമ്പം നമ്മൾ ലോണാവല കഴിഞ്ഞിട്ടാണ് പൻവേൽ വഴിയാണ് ബോംബെയിലേക്ക് എൻട്രി. അപ്പോൾ പൻവേലാണ് ബോംബെയിലേക്കുള്ള എൻട്രി പോയിൻറ്റ്. പൻവേൽ വരിക നവി മുംബൈയിലാണ്. പൻവേൽ തുടങ്ങി പിന്നെ സിറ്റി ഇങ്ങോട്ട് തുടങ്ങുന്ന നവി മുംബൈ, പിന്നെ മുംബൈ. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണ്, ലോക്കൽ സ്റ്റേഷൻ. ട്രെയിനാകുമ്പോൾ എളുപ്പത്തിൽ എല്ലായിടത്തും എത്താം. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റായിട്ട് ട്രെയിനും ഉണ്ടാവും. രാവിലെ 8 മണിയായതുകൊണ്ട് തിരക്ക് കുറവാണ്. ഇത് 10 മണിയെല്ലാം ആകുമ്പോൾ നല്ല തിരക്കാവും. 9 മണി കഴിയുമ്പോൾ നല്ല തിരക്കാവും, നല്ല ഇടിയാവും. അപ്പോൾ നമുക്ക് പൻവേലിൽ ചെന്നിട്ട് ബസ് പിടിച്ചിട്ട് വേണം ഇനി ലോണാവാലയിലേക്ക് പോകാൻ. ഓക്കെ, ഇതുണ്ട് ലോക്കൽ സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാവുക. ബോർഡ് നോക്കിയിട്ട് പോകണം. പ്ലാറ്റ്ഫോം 3 8:3 പൻവേലിലേക്ക് സ്ലോ ട്രെയിനാണ് വരിക. സ്റ്റോപ്പ് കുറച്ചുണ്ടാവും. പിന്നെ ഫാസ്റ്റ് ട്രെയിൻ ഉണ്ട്, അതിൽ സ്റ്റോപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കയറുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറരുത്. അതുപോലെ ലേഡീസിൻ്റെ കോച്ച് വരാൻ അതിലും കയറരുത്. ബാക്കി അധികം ജനറൽ കോച്ചാണ്. ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം ജനറൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അങ്ങ് ചെക്കിങ് വന്നാൽ ഫൈന് പിടിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ചോദിക്കുക, ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ജൂനഗർ റെയിൽവേ സ്റ്റേഷൻ, നിയർ ടു സാൻപാട വാശി ഇൻ നവി മുംബൈ. അപ്പോൾ നമ്മളെ ട്രെയിൻ ഏകദേശം ഇത് എത്തി. തിരക്കില്ല, തിരക്ക് കുറവാണ്. തിരക്കാകുമ്പോൾ നല്ല ഇടിയുണ്ടാവും. ട്രെയിനിൽ കയറി എന്നിട്ട് വിശേഷങ്ങൾ പറയാം. പൻവേലെത്തിയിട്ട് ബാക്കി പറയാം. ട്രെയിനിൽ എല്ലാം ഫോണെടുത്തെല്ലാം പ്രശ്നങ്ങളാണ്. ഓക്കെ, ടേക്ക് കെയർ. അതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിനിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം വേഗം എത്തും, ടൈം ടു ടൈം എത്തും, ഡിലേ ഇല്ല. റോഡ് വഴി പോകാമെങ്കിൽ ട്രാഫിക്കാണ്, ബസ് മാറി കയറണം. ട്രെയിനാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഹാർട്ട് ഓഫ് മുംബൈ. നമ്മളിപ്പോൾ ഈ ബസ്സിലാണ് ലോണാവാലയിലേക്ക് പോകുന്നത്. വേറെ എല്ലാം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഇതായിപ്പോൾ ഒന്ന് സീറ്റ് കിട്ടിയത്. പൻവേൽ ബസ് സ്റ്റാൻഡിനായില്ല ഇത്. നമ്മൾ ലോണാവാലയിലേക്ക് പുറപ്പെട്ട ഇവിടെ സിറ്റിയിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ട്രാഫിക് ഇന്ന് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ബസ്സെല്ലാം നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ലോങ് ഓടുന്ന ബസ്സിലൊന്നും സ്റ്റാൻഡിങ് ഇല്ല, സീറ്റിലുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുന്നില്ല. ശനിയാഴ്ച ആയതുകൊണ്ട് ഫുള്ളുമാണ്. ഇവിടുന്ന് 2 മണിക്കൂർ ലോണാവാലയിലേക്ക്. ഒരാൾക്ക് ടിക്കറ്റ് ഫെയർ 70 റുപ്യ ടിക്കറ്റ് ഫെയർ. ലേഡീസിനും കിഡ്സിനും ഡിസ്കൗണ്ട് ഉണ്ട്. നവി മുംബൈയിലാണ് ഡിസ്കൗണ്ട്, മുംബൈയിൽ ഡിസ്കൗണ്ട് ഇല്ല. നവി മുംബൈയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ലേഡീസ് കിഡ്സിന് ബസ്സിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഹാഫ് ഫെയറേ കൊടുക്കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്ന്
ട്രാഫിക് ഒഴിവാകും. AC ബസ്സും കാര്യങ്ങളൊന്നും ലോണാവാലയിലേക്കില്ല. ട്രാൻസ്പോർട്ട് ബസ്സില്ല, MSRTCൻ്റെ ബസ്സില്ല. പകല സമയങ്ങളിൽ ഇങ്ങനെയില്ല. non-AC നാട്ടിൽ കാണുന്ന KSRTCൻ്റെ ബസ് പോലെയുള്ള ബസ്സുകൾ മാത്രമേ പോകും. ഇതാണ് പൂനെയിലേക്ക് മുംബൈയിൽ നിന്ന് പോകുന്ന എക്സ്പ്രസ് ഹൈവേ. ടണലാണ്. വൈകുന്നേരമെല്ലാം ആകുമ്പോൾ നല്ല തിരക്കാണ്. കാരണം ഈ വഴിയാണ് പൂനെ പോവുക. അതുപോലെ നമ്മളെ നാട്ടിൽ പൻവേൽ ടു കൊച്ചിൻ ഹൈവേ ഈ വഴി ഈ ഗാർഡ് സെക്ഷൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലോണാവാല ടൗൺ. ചെറിയ ടൗണാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. സമയം 11:45. നമ്മൾ വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ലേറ്റായി. ഇപ്പോൾ ഇനി വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് ബാക്കി സൈറ്റ് സീയിങ്. അന്നപൂർണ്ണ ഉച്ചക്കത്തെ ഊണാണ്. ഊണിന് താലിയാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലെ ഊണിന് ഇവിടെ താലി എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. അത് മഹാരാഷ്ട്രയാണല്ലോ. ലോണാവാലയിൽ നമ്മൾ താലി ഓർഡർ ചെയ്തിട്ട് മഹാരാഷ്ട്രൻ താലിയാണ് വന്നത്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര ഒരു സുഖം കിട്ടിയിട്ടില്ല താലി. കാരണം താലിയിൽ കറികളെല്ലാം ഒരു മധുരമായിരുന്നു. എല്ലാ കറികളും മധുരം ഉണ്ടായിരുന്നു. സാധാരണ മഹാരാഷ്ട്ര താലി ഇങ്ങനെ മധുരം ഉണ്ടാവില്ല. സാമ്പാർ ചെറിയൊരു മധുരം ഉണ്ടാവും, ബാക്കി സബ്ജിയെല്ലാം എരിവ് തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങോട്ട് ഒരു തൃപ്തിയായിട്ടില്ല കഴിച്ചിട്ട്. സംഗതി എന്ന് പറയുമ്പോൾ അതിൽ പിങ്ക് കളർ കാണുന്ന ഒരു കച്ചമ്പറായിരുന്നു. അതൊരു മധുരമില്ല കച്ചമ്പറ. പിന്നെ ദാലുണ്ടായിരുന്നു, 2 സബ്ജി ഉണ്ടായിരുന്നു, അച്ചാറ്, പിക്കിൾ തന്നെ, അച്ചാറ്, പപ്പടം, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വന്ന്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കടിയും ഉണ്ടായിരുന്നു. കടി എന്ന് പറയുമ്പോൾ ബേസൻ്റെ നോർത്ത് ഇന്ത്യൻ ഡിഷ്, അതൊരു കറി. താലീൻ്റെ കൂടെ വന്നത് ചപ്പാത്തിയാണ് ഞാൻ മേടിച്ചത്. 2 ചപ്പാത്തി, അതിന് പിന്നെ ഒരു ബൗള് ചോറ്, അങ്ങനെയാണ് വരിക. ഇനി അതല്ല നമുക്ക് പൂരി വേണമെങ്കിൽ 4 പൂരി ചോറ് അങ്ങനെയും കിട്ടും. അതിന് 2 ഓപ്ഷനായിട്ടാണ് താലി കിട്ടുക. എല്ലാം ഒരേപോലെ ഇരിക്കുന്നല്ലേ. എല്ലാത്തിലും മധുരം.
ലോണാവല ടൗൺ ആണിത്. നമ്മളിപ്പം പോകുന്നത് കർല കേവ്സ്. ആ കാണുന്നതാണ് കാർല കേവ്സ്. ലോണാവലയിലെ കാർല കേവ്സ്. എൻട്രി ഫീസ് 25 റുപ്യ, ഫോറിനേഴ്സിന് 300 റുപ്യ ഫോറിനേഴ്സിന്. ഇതാണ് കേവ്സിൻ്റെ കോംപ്ലക്സ്. ഇവിടെ എക്വീറ മന്ദിരമുണ്ട്. ഇവിടെ അമ്പലത്തിൽ കയറണമെങ്കിൽ കുറച്ച് ക്യൂ ആണ്. കേവ്സിൽ പെട്ടെന്ന് കയറിയിട്ട് വരാം. ഈ ഗുഹ, ഈ മലയാണ് കേവ്സായിട്ട് കൊത്തിയിട്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി കാണാം. അതിൻ്റെ എൻട്രിയാണ് ആ കാണുന്നത്. അതാണ് കാർല കേവ്സിൻ്റെ എൻട്രി. ഇതാണ് കാർല കേവ്സ്. ഈ കേവ്സിൻ്റെ താഴത്ത് എൻട്രി. അത് ബാഗിലല്ലേ. ഇതാണ് കേവ്സിലെ എൻട്രി. എൻട്രൻസിലൊരു ഹാള് പോലെ ഉണ്ട്. ഇത് കാണാൻ നല്ല അജന്ത എല്ലോറെല്ലാം കണ്ട പോലത്തെ ഒരു സംഭവം. വലിയ ഹാളിൻ്റെ ഉള്ളിൽ കൊത്തുപണി. അത്യാവശ്യം തിരക്കുണ്ട്, അങ്ങനെ നല്ല തിരക്കല്ല. കാർല കേവ്സിലെ എൻട്രിയിൽ ഇത് മാത്രമേ ഇല്ലൂ. അങ്ങനെ ഈ ഒരു ഹാളിൻ്റെ ഒരു കൊത്തുപണി. ഇതൊക്കെയാണ് ബാജ കേവ്സ്. കാര്യമായിട്ടൊന്നുമില്ല. മെയിൻ എൻട്രൻസിലാ കണ്ടില്ല ഒരു ഹാള് കയറുമ്പം, അത് മാത്രമേ ഇല്ലൂ. വേറെ ഇപ്പം ഇവിടെ ആൾക്കാർ വരുന്നത് ഒരു അമ്പലമുണ്ട്, അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് അങ്ങനെ പോവും. ഇവിടെയാണ് ബാജ കേവ്സ്. ഇത് ലോണാവാലയിൽ കർല കേവ്സ് കഴിഞ്ഞിപ്പം ബാജ കേവ്സ്. ആ സ്റ്റെപ്സ് അങ്ങോട്ട് കയറിയ കേവ്സ് എത്തി. ഇതും ആർച്ച് ഡൂം പോലെ അല്ലേ? Baja Caves.
അപ്പോൾ നമ്മൾ ബാജ കേവ് കഴിഞ്ഞ് കാര്യമായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ലോണാവലയിൽ വരുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാം. കുറച്ച് സ്റ്റെപ്സ് കയറണം, ഒരു 15 മിനിറ്റ് സ്റ്റെപ്സ് കയറണം. ചെറിയൊരു കാഴ്ച കാണാം. പക്ഷെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണി വരെ തുറന്നിട്ടുണ്ട്. 25 രൂപ ടിക്കറ്റ് ഫീസ്. അങ്ങനെ ഒരു ഹോള് പോലെ കരിങ്കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഹോൾ തന്നെ നല്ലതുണ്ട്. വേറെ പ്രത്യേകിച്ചുള്ള കാഴ്ചകൾ ഒന്നുമില്ല. ബാജ കേവും പിന്നെ നേരത്തെ കർല കേവും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ. ലോണാവല കണ്ടു കഴിഞ്ഞു. മുംബൈയിലേക്ക് തിരിച്ചു പോന്ന ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് മുംബൈയിലെത്തും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. അൺടിൽ ദെൻ സീ യു.